ഹലോ ഗൈസ്. അപ്പൊ ഗൈസ് ഗസ്റ്റ് വരാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ഫുഡ് സ്പെഷ്യൽ ആക്കി ഉണ്ടാക്കണമെങ്കിൽ ഒരു പൊടിക്കൈകളൊക്കെ ഉണ്ട്. സാധനം റെഡിയല്ലേ? സ്മെല്ല് ഇങ്ങനെ അടിച്ച് കീറുന്നതാ. പൊള്ളി ഞാൻ ഉണ്ടാക്കിയത് ലാസ്റ്റ് ഫൈനലി ഇളക്കാൻ മാത്രം വന്ന ആളാണ് സജീർ കാക്ക. നിങ്ങൾ ഏകദേശം ഇളക്കം വല്ലാണ്ട് കൂടുന്നുണ്ട്. അതെ നമുക്ക് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫുഡ് റെഡിയാക്കാൻ പറ്റുന്ന ഞാൻ തട്ടാ നിങ്ങൾ കവല ഞാൻ തട്ടാ അവിടെ നിങ്ങൾ എടുക്കണിയാലോ ആടെ എടുക്കും നല്ല ഷോർട്ട് അല്ല നിങ്ങൾ ഇവിടെ ആണല്ലേ. അപ്പൊ ഗൈസ് ഗസ്റ്റ് ഒക്കെ വരാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഫുഡാണ് നമ്മൾ സാധനം റെഡിയാക്കിയത്. ആഹാ ഇനി ഒരു പാത്രം എടുത്തോളി. നമ്മൾ വീഡിയോ നമ്മൾ രണ്ടാമത് തിന്നണ സീൻ എടുത്താൽ നിങ്ങൾ ഡയലോഗ് അടിക്കാണ്ട് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങല്ലേ? വേണം കൂടി ഞാൻ തുടങ്ങും എന്നിട്ട് നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ ഫോട്ടോ നമ്മള് രണ്ടാളും കൂടി മൂന്നാളും കൂടി ഉള്ള ഫോട്ടോ. ഞാൻ വേറെ ഡയലോഗ് അടിക്കും. നിങ്ങൾ അതിന് പിന്നെ നമ്മൾ ഗസ്റ്റ് ആയിട്ട് നമ്മളെ മൂസക്കായി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടങ്ങി കഴിക്കല്ലേ നോക്കി കഴിച്ചോ. ആയ പറയും. അപ്പൊ ഈ കത്തുപാട്ടിന്റെ പാട്ടൊക്കെ വെച്ചിട്ട് ഈ മാങ്ങയും മറ്റവും മറിച്ചൊന്ന് വയറ് കേടാക്കാണ്ട് ഇതേപോലെ നല്ല വായന്റെ ഇലയിൽ നല്ല കപ്സ് ഒക്കെ ഉണ്ടാക്കി തിന്നാൽ ഞാൻ സെറ്റ് ആയിരിക്കും കേട്ടോ. അത് മാത്രമല്ല എല്ലാവരും കൂടുന്നേരമുള്ള ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഒരു സാധനം ഞാൻ പറഞ്ഞു വയറല്ല. അപ്പൊ ഗൈസ് ഒരു 1.5 കിലോ റൈസ്, അത് കപ്സന്റെ റൈസ് ആണ്. നമ്മള് മൂന്നാളും കൂടി തീർക്കാൻ വേണ്ടി പോവാണ്. തുടങ്ങല്ലേ നമുക്ക്? തുടങ്ങല്ലേ? ഒരിക്കട്ടെ ഒന്നും വേണ്ട. അപ്പൊ മൂന്നാൾക്കും കൂടി ഉള്ളതാണ് 1.5 കിലോ റൈസ് കപ്സ. അതും ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് ഇതേപോലത്തെ ഒരു കപ്സ ഒക്കെ ഉണ്ടാക്കണോ? ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം കാണിച്ചു തരാം. ഇതൊക്കെ നോക്കല്ലേ? ഇതിലേക്ക് നല്ല ചൂടുള്ള ഇതിലേക്ക് നല്ല തൈരും നല്ല എരിവുള്ള അച്ചാർ കൂടിയാണ് പൊളിക്കട്ടോ. തൈര് കൂടി കപ്സ് അടിക്കാനാ വേറെ ലെവൽ തന്നെ. ഇപ്പോഴത്തെ മൂന്നാളും കൂടി ഒന്നും അല്ല. 1.5 കിലോ കപ്സ് ആട്ടോ അടിക്കാൻ വേണ്ടി പോണത്. തീർക്കല്ലേ? ഗസ്റ്റ് ഒക്കെ ഫസ്റ്റ് തീർക്കുന്നവർക്ക് സമ്മാനം കേട്ടോ. തൈരും കൂടി വന്നപ്പോ സാധനം ലെവൽ വേറായി. അടിപൊളി. ഇനിയിപ്പോ ഗസ്റ്റ് ഒക്കെ വരാണെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ ഒരു കപ്സ് ഉണ്ടാക്കണം. നേരെ കാണിച്ചു തരാം. മതി കട്ടി. അങ്ങനെ എല്ലാവരും ഒപ്പം ഇരുന്ന് കപ്സൊക്കെ കഴിച്ചതിന് ശേഷം മേശ റെസ്റ്റ് എടുക്കാന്നുള്ളതിൽ ഉപ്പയും മുത്താർക്കായും ഷോക്കത്താക്കിയൊക്കെ കൂടി മേലോട്ടും പോയി നാച്ചിത്താത്തയും ഉമ്മയൊക്കെ സിറ്റ് ഔട്ടെന്ന് കഥയും പറഞ്ഞു കേട്ടോ. അത് നമ്മളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്കും പോന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.